ഈ അജ്മി എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, അവർ പറയുന്നൊരു വാക്കുണ്ട് സോഫ്റ്റ് പുട്ടുപൊടി, ഭയങ്കര ഹിറ്റായി. പിന്നെ ഐഡിയുടെ ഇഡ്ഡലി ദോശ ബാറ്റർ. അപ്പോൾ ഒരു ബ്രാൻഡ് അഫിനിറ്റി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ സോഫ്റ്റ് പുട്ടുപൊടിയും ഐഡിയുടെ ഇഡ്ഡലി ദോശമാവൊക്കെ കൃത്യമായിട്ട് എങ്ങനെയാണ് യൂസേഴ്സ് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ആ വിന്നിങ് പ്രോഡക്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ആ കമ്പനിയുടെ തന്നെ മറ്റ് പ്രോഡക്റ്റുകൾ നിരന്തരം ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഇതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിൽ ഓരോ വ്യക്തികളും അവരുടെ ഒരു വിന്നിങ് ആട്രിബ്യൂട്ട് ഉണ്ടാവും. അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും, അവർക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവായിരിക്കും. ആ പ്രത്യേക ആട്രിബ്യൂട്ടിനെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ മേഖലകളിലേക്ക് വളരാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം പരസ്യ മേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ബ്രാൻഡ് വോയിസ് അല്ലെങ്കിൽ ബ്രാൻഡ് അഫിനിറ്റി. ഈ ബ്രാൻഡ് വോയിസ് എങ്ങനെയാണ് വിശ്വാസ്യതയിലേക്ക് വളരുന്നത്, അതുപോലെ തന്നെ ഓരോ വ്യക്തികളും അവർക്കുള്ള കഴിവുകൾ അവരുടെ പ്രൊഫഷണൽ മേഖലകളിലേക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവരൊരു ബ്രാൻഡായിട്ട് മാറും. അപ്പോൾ സോഫ്റ്റ് പുട്ടുപൊടിയും നമ്മളുടെ ഈ പറയുന്ന വിന്നിങ് ആട്രിബ്യൂട്ട്, വ്യക്തി ജീവിതത്തിലെ വിന്നിങ് ആട്രിബ്യൂട്ടും തമ്മിൽ എങ്ങനെയാണ് ഒരു കണക്ഷൻ ഉണ്ടാകുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു ചിന്തയാണെന്ന് തോന്നുന്നു.